ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വാനിക്യൂഷർ. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജിൻ്റേതാണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 2 എഴുതിയ പരീക്ഷ. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, കോട്ടയം ജില്ലകളിലായിട്ടൊക്കെ നടന്നത്. ഈ പരീക്ഷയിൽ നമുക്ക് കണ്ടിരുന്നു കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ PSC ഡിലീറ്റ് ചെയ്യുകയും പിന്നെ ആൻസർ ചേഞ്ച് വരുത്തേണ്ടത് ആൻസർ ചേഞ്ച് വരുത്തിയിട്ടുമുണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്തതിൽ ചിലത് നമുക്ക് ശരിയായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആൽഫ കോഡ് A അനുസരിച്ചിട്ടുള്ളതാണ് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അവിടെ വർഷം തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. 1925 എന്ന് കൊടുത്തു. 2025 ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അത് ഡിലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്തതായിട്ട് 8ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ബംഗ്ലാദേശ് എന്ന് ഉത്തരം പ്രൊവിഷൻ ആൻസർ കീയിൽ അങ്ങനെയായിരുന്നു ഉത്തരം കൊടുത്തിരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നുള്ള ക്വസ്റ്റ്യന്. അത് അഫ്ഗാനിസ്ഥാനാണ് ആൻസർ. എന്തായാലും PSC അത് ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ 11ാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിൻ്റെ ആൻസർ ചേഞ്ച് ചെയ്ത് ബെഗ്ലിഹാർ അണക്കെട്ട് എന്നുള്ളതാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ C ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് എന്നതായിരുന്നു ചോദ്യം. ചോദ്യം വരേണ്ടിയിരുന്നത് സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയമാണ്. അതിൻ്റെ ആൻസർ J.A. ഷുംപീറ്റർ ആയിരുന്നു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യന് അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ 33ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തു. അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ തന്നെ പലരും അതിൻ്റെ ആൻസർ അറിയാവുന്നവർ എഴുതിയിട്ടുണ്ടായിരുന്നു. സുരക്ഷായനം ഏതിൻ്റെ മുദ്രാവാക്യമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന, ഏകദേശം എല്ലാവർക്കും പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരുന്നു. ഓപ്ഷൻ B ആയിരുന്നു ആൻസർ വരേണ്ടിയിരുന്നത്. അപ്പോൾ അത് PSC പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 37ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ആക്കി. എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല. അതിന് ആൻസർ അവിടെ ഉണ്ടായിരുന്നു. റിക്കറ്റ്സ് ആയിരുന്നു ആൻസർ. 65ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തു. 83ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ചേഞ്ച് ആണ്. ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. അത് പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC ഹാഡ് ബീൻ ലിവിങ് ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഹാസ് ബീൻ ലിവിങ് എന്ന കറക്റ്റ് ആൻസറാണ് PSC ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്കിപ്പം ഒരു 2-3 മാർക്കൊക്കെ കുറഞ്ഞിട്ടുള്ളവരുണ്ടായിരിക്കും. കാരണം സുരക്ഷായനമൊക്കെ എഴുതിയവരുണ്ട്. അതുപോലെ മറ്റേ 1925 എന്നുള്ളത് കാണാതെ അത് കറക്റ്റായിട്ട് ആൻസർ എഴുതിയവർ കാണും. അവർക്കൊക്കെ മാർക്ക് പോയി. പിന്നെ റിക്കറ്റ്സിൻ്റെ ആ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. അത് പിന്നെ എല്ലാവരും എഴുതിയിട്ടുള്ളതായതുകൊണ്ട് അതിൽ വലിയ കുഴപ്പം വരുന്നില്ല. പിന്നെ PSC എന്തായാലും തിരുത്തേണ്ടതൊക്കെ കറക്റ്റായിട്ട് തിരുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എത്ര മാർക്കുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എല്ലാവർക്കും കട്ട് ഓഫ് ഏകദേശം ഒന്ന് അറിയണമെന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു 60 to 66 എന്നുള്ള റേഞ്ചിലായിരിക്കും പല ജില്ലകളിലുമായിട്ട് വരാനായിട്ട് സാധ്യത. ഒരു സാധ്യത മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കട്ട് ഓഫ് ഒക്കെ വരിക. അപ്പം ഈ ഒരു റേഞ്ചിലാണ് വരാനായിട്ട് സാധ്യത എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.